മഴ കഴിഞ്ഞു, മാനവും തെളിഞ്ഞു. ഇനി നമുക്ക് പതിയെ ഒന്ന് പുറത്തിറങ്ങി നോക്കാം. കഴിഞ്ഞ കൊല്ലത്തെ മഴ കുറച്ച് അൺകൺട്രോൾഡ് ആയതുകൊണ്ട് തന്നെ ഈ തവണ നല്ല കരുതലും തയ്യാറെടുപ്പുകളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മഴ നമ്മളെ വലിയായിട്ട് ബാധിച്ചിട്ടില്ല. മഴയ്ക്ക് മുമ്പ് ചെറിയ തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും മഴയ്ക്ക് ശേഷം അത് നല്ല തണുപ്പായി. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ നടത്തം കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അടുത്തുള്ള ഒരു പാർക്കിലേക്കാണ് പോകുന്നത്. പക്ഷേ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും തണുപ്പുണ്ടായിരുന്നു വെളിയിൽ. അത് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. നല്ല ആൽക്കഹോളിക് വെതർ എന്നൊക്കെ പറയുന്ന പോലെ നല്ല ചൂട് ചായക്കും പഴംപൊരിക്കും പരിപ്പുവടയ്ക്കും ഒക്കെ പറ്റിയ വെതർ. അങ്ങനെ അവർക്കൊരു പഴംപൊരിയൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മൾ നല്ല ചൂട് ചായയും ഷവർമ്മയൊക്കെ കഴിക്കാന്ന് വിചാരിച്ചു. പഴംപൊരിയൊക്കെ കൊടുത്ത് സെറ്റാക്കി കളിക്കാൻ വിട്ടെങ്കിലും ഷവർമ്മ കണ്ടപ്പോഴത്തന്നെ നെച്ചു തിരിച്ചെത്തി. ചീനൂന് ഈ വക കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. എങ്കിൽ നെച്ചുവിന് ഈ വക കാര്യങ്ങളോടേ താല്പര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവളുടെ വരവിന് ശേഷം ഞാൻ ഈ വക കാര്യങ്ങളൊന്നും മൊത്തത്തിൽ കഴിച്ചിട്ടില്ല. എല്ലാത്തിന്റെ പകുതി കൊണ്ട് പോകും. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഈ പാർക്കിൽ നടുക്കൊരു പോണ്ടുണ്ട്. ആ പോണ്ടിന്റെ സൈഡിൽ കൂടെ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ചൂടൊട്ടും സഹിക്കാൻ പറ്റാത്ത എനിക്ക് നാട്ടിലൊക്കെ പോകാനുള്ള ഒരു കാത്തിരിപ്പ് പോലെ വിന്റർ വരാനൊരു കാത്തിരിപ്പുണ്ട്. ഞാനിങ്ങനെ മാസങ്ങൾ എണ്ണും. ഇനി 2 മാസം കൂടെ കഴിഞ്ഞാൽ വിന്ററായി. അങ്ങനെ അങ്ങനെ കുട്ടീസ് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു.